നിരന്തരം രോഗങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സാമൂഹിക അന്തരീക്ഷത്തിലാണ് കേരള ജനത ജീവിക്കുന്നത്. എല്ലാവർക്കും എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളുണ്ട്. പ്രത്യേകിച്ചും പെട്ടെന്നുള്ള അറ്റാക്ക് പോലെയുള്ള അല്ലെങ്കിൽ സ്ട്രോക്ക് പോലെയുള്ള കോവിഡിന് ശേഷം ഇത്തരം സംഗതികൾ കൂടിയതായിട്ടാണ് ആളുകൾ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ളത്. പലരും ഇതിന് പഴിചാരുന്നത് നമ്മുടെ വാക്സിനുകളെയാണ്. ഒരു കാര്യം ഉറപ്പാണ്, ആവശ്യമായ അത്രത്തോളം പരിശീലനം അല്ലെങ്കിൽ പരീക്ഷണം നടത്തിയിട്ടല്ല കോവിഡ് വാക്സിൻ നമ്മളിൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ ആ ഒരു ഘട്ടത്തിൽ, ആ ഒരു അവസ്ഥയിൽ അതല്ലാതെ മറ്റു വഴിയില്ലായിരുന്നു. ലോകത്തിലെ മുഴുവൻ ആരോഗ്യ പ്രവർത്തകരും അത് ഉപയോഗിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ നമ്മളും ഉപയോഗിച്ചിട്ടുണ്ട്. അതൊന്നും അത്ര വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നോ അല്ലെങ്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന രോഗങ്ങളൊക്കെ അതിൻ്റെ സൃഷ്ടിയാണെന്നോ ബോധപൂർവമോ അല്ലാതെയോ പ്രചരിപ്പിക്കുന്നവർ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു. നിങ്ങൾക്കൊരു വണ്ടിയുണ്ട്. നിങ്ങൾ ഓമനിച്ച് നിങ്ങൾ കൊണ്ടു നടക്കുന്ന, കഴുകി വൃത്തിയാക്കി കൃത്യമായി സർവീസ് ചെയ്ത് കൊണ്ടു നടക്കുന്നൊരു വണ്ടി. അത് നിങ്ങൾ ഒരിക്കലും മണ്ണെണ്ണ ഒഴിക്കാറില്ല. ഒന്നുകിൽ പെട്രോൾ വണ്ടിയിൽ പെട്രോൾ, ഡീസൽ വണ്ടിയിൽ ഡീസൽ, അല്ലാത്തൊരു സാധനം നിങ്ങളതിൽ ഉപയോഗിക്കില്ല. കാരണം നിങ്ങൾക്ക് ആ വണ്ടി അത്രയ്ക്ക് വിലപ്പെട്ടതാണ്. പക്ഷേ നിങ്ങളുടെ ശരീരത്തിലോ നിങ്ങൾ എന്തെല്ലാമാണ് കഴിക്കുന്നത് ഓരോ ദിവസവും? ഏതെല്ലാം രീതിയിലാണ് നിങ്ങൾ ആ ശരീരത്തെ ഉപയോഗപ്പെടുത്തുന്നത്? എന്തെല്ലാം സ്ട്രെയിനുകളാണ് നിങ്ങൾ നിങ്ങളുടെ മനസ്സിന് കൊടുക്കുന്നത്? എന്നിട്ടും നിങ്ങൾ എന്തെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ഇതൊരു ശരീരമാണ് എന്ന് നിങ്ങൾ ഒരിക്കൽ ആലോചിക്കാറുണ്ടോ? ഒരിക്കലുമില്ല. നമുക്ക് ഇതൊക്കെ പഴിചാരാൻ എന്തെങ്കിലും കിട്ടണം. അതിന് കണക്കാക്കി നമ്മൾ ഓരോ ന്യായങ്ങൾ കൊണ്ടുവരും. കഴിക്കുന്ന ഭക്ഷണം ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. നിങ്ങൾ ഇന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? നിങ്ങളുടെ ശരീരത്തിന് എന്തൊക്കെ മാറ്റങ്ങളാണ് അത് വരുത്തിക്കൊണ്ടിരിക്കുന്നത്? ഇതിനെപ്പറ്റിയൊന്നും ആരും ബോധേടല്ല. നമുക്ക് പെട്ടെന്ന് അറ്റാക്ക് ഉണ്ടായ ഒരാൾ മരിച്ചു എന്ന് പറയുമ്പോൾ അതെ, അവൻ കോവിഡ് വാക്സിൻ അടിച്ചിട്ടുണ്ട്, അതിൻ്റെ പ്രതിപ്രവർത്തനമാണ്, അല്ലെങ്കിൽ അത് കൃത്യമായ പരീക്ഷണം നടത്താതെയാണ് നമുക്കത് തന്നിട്ടുള്ളത്, അതിൻ്റെ സൃഷ്ടിയാണ് എന്നൊക്കെ കാരണം പറയണം. അങ്ങനെയൊന്നുമല്ല. നിങ്ങൾ ഓരോ 40 വയസ്സിന് ശേഷം ഓരോ വർഷവും നിങ്ങൾ കൃത്യമായി നിങ്ങളുടെ ശാരീരിക ടെസ്റ്റുകൾ നടത്താറുണ്ടോ? ഒരിക്കലുമില്ല. നമുക്ക് തോന്നിയതുപോലെ അങ്ങ് ജീവിച്ചു പോകും. എന്നിട്ട് രോഗം വരുമ്പോൾ കോവിഡ് വാക്സിനെ കുറ്റവും പറയും. ഇതാണ് നിലവിലുള്ള അവസ്ഥ. ഓരോരുത്തരും ചിന്തിക്കുക, എന്താണ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താണ് ഞാൻ എൻ്റെ ശരീരത്തോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അല്ലെങ്കിൽ 10-15 ലക്ഷത്തിന് കിട്ടുന്ന ഒരു വണ്ടിയുടെ വില പോലും നമുക്ക് വേണ്ടി നമുക്ക് ജീവിക്കാനുള്ള ശരീരത്തിന് നാം കൊടുക്കുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം. ഇനി അതല്ല 50,000 വണ്ടിയായാലും നമ്മളതിന് അത്ര പോലെ കൃത്യമായി സർവീസ് ചെയ്ത് കൃത്യമായ ഇടവേളകളിൽ അതിൻ്റെ മറ്റു പണികളൊക്കെ തീർത്ത് കൊണ്ടു നടക്കും. പക്ഷെ നമ്മുടെ ശരീരത്തിന് ഇങ്ങനെ യാതൊരു പരിലാളനയും പരിശോധനയും നമ്മൾ നടത്തുന്നില്ല. എന്നിട്ട് കുറ്റം മുഴുവൻ കോവിഡ് വാക്സിൻ. ശ്രദ്ധിക്കുക, ചിന്തിക്കുക, പ്രവർത്തിക്കുക. ഗുഡ് ബൈ.